ഹായ്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിരുന്ന കാര്യം കുട്ടികളിലെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസിനെ കുറിച്ചാണ്. ഇന്ന് അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ 10% കുട്ടികൾ ഇന്ന് റൈറ്റിങ്ങിൽ ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റീഡിങ്ങിലും. സാധാരണയായി ലേണിംഗ് ഡിസബിലിറ്റീസ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള കുട്ടികളിലും വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള മക്കളിലും അതുപോലെ തന്നെ പ്രോപ്പർ എഡ്യൂക്കേഷൻ നടക്കാത്തതിനാലും ഈ റീഡിങ്ങിൽ ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ട്. റീഡിങ്ങിലൂടെയാണ് ഒരു കുട്ടി അവൻ്റെ സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നാൽ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരിൽ ആൻസൈറ്റി, അതുപോലെ തന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ആസ് എ പാരൻറ്റ് എന്ന നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ആർജിച്ചെടുക്കുന്ന വാക്കുകളെ അവയുടെ അർത്ഥതലങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു കുട്ടി റീഡിങ്ങിൽ അതിൻ്റെ പ്രോഗ്രസ് കാണിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് അതുപോലെ തന്നെ വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊന്നും ഈ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് കടക്കുന്നതിന് സാധിക്കാതെ വരുന്നുണ്ട്. അതുമാത്രമല്ല, അവർ വായിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് കൺസെപ്റ്റിലേക്ക് എത്തുന്നതിനൊക്കെ അവർക്ക് ഹെൽപ്പ് ആവശ്യമായിട്ടുണ്ട്. നമുക്കറിയാം, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ അവർ വായിക്കുമ്പോൾ സ്കിപ്പ് ഓഫ് വേർഡ്സ്, അതായത് വായിക്കുന്ന വഴി കുറച്ച് വേർഡ്സുകൾ മിസ്സായി പോവുക, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇൻകറക്റ്റായിട്ട് വരിക, അതുപോലെ തന്നെ റിവേഴ്സൽസ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബോയ് എന്ന വേർഡിനെ യോബ് എന്ന രീതിയിൽ, പർട്ടിക്കുലർ വേർഡായിട്ടുള്ള ഡോഗിനെ ഗോഡ് എന്ന രീതിയിലും, അതുപോലെ തന്നെ കാറിനെ റാക്കായിട്ടുമൊക്കെ അവർ വായിച്ചു പോകാറുണ്ട്. ഈ ഒരു പ്രോബ്ലം ഇവരെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് വായിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. ഈ കുട്ടികളെ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വായനയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്സ്, ഒരു മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഇവരെ വായിക്കാനായിട്ട് വിളിക്കുമ്പോൾ വീട്ടിലെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വേണം നമ്മൾ അവരുമായിട്ട് ഇരുന്ന് ഈ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനായിട്ട്. കുഞ്ഞുങ്ങൾ വായിച്ചു വരുമ്പോൾ ഓരോ വായനയുടെ സ്റ്റെപ്സും കടന്നു പോകുന്ന രീതിയിൽ തന്നെ അവരോട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഉചിതമായിട്ടുള്ള ഒരു മാർഗമാണ്. കുട്ടികൾ അതിന് ആൻസർ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുകയും കൂടി ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ ഓരോ അറ്റംപ്റ്റും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അവരൊരിക്കലും ഈ വായിച്ചു വരുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ അവർ തപ്പിത്തടഞ്ഞും വളരെ കോൺഫിഡൻസ് ഇല്ലാതെയും ഒക്കെ ഇത് വായിക്കുമ്പോൾ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഫീലിങ്സ് നമ്മുടെ ഫേസിലൊക്കെ വരികയാണെങ്കിൽ അതവർക്ക് ഓവർകം ചെയ്യാൻ പറ്റാതെ ആയെന്ന് വരാം. സോ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ വായിച്ചു പോകുമ്പോൾ അവരുടെ കോംപ്രഹെൻഷൻ ലെവലിലേക്ക് ഈ വായന എത്തുന്നുണ്ടോ എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനെപ്പറ്റി ചോദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് സ്കൂളുകളിലും അതുപോലെ ഒരുപാട് വീഡിയോസും ഒക്കെയുണ്ട് ഫോണിക് സ്കില്ലിനെ പറ്റി. അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഹെൽപ്പ് നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ വായന എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ടാസ്കിനെ മറികടക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് അതിനെ ഡീൽ ചെയ്യാനായിട്ട് ഓരോ കുട്ടിക്കും സാധിക്കും. ആവശ്യമെങ്കിൽ നമുക്ക് ഫ്ലാഷ് കാർഡ്സ്, പിക്ചർ കാർഡ്സ് എന്നിവയൊക്കെയും കൊടുക്കുന്നതും വളരെ ഉചിതമായിട്ടുള്ള ഒരു മാർഗമാണ്.
ഏതെങ്കിലും വേർഡ്സ് അവരെ വളരെയധികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് സ്ക്രീനിലാക്കി കാണിക്കുന്നതും അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് തമ്മിൽ കമ്പൈൻഡ് ആയിട്ട് വായിക്കാൻ അവരെ പഠിപ്പിക്കുന്നതും വളരെ ഉചിതമായിട്ടുള്ള മാർഗമാണ്. ഇതോടൊപ്പം തന്നെ ആരാണോ കുട്ടിയുടെ കൂടെ ഇരിക്കുക അവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഓരോ സ്റ്റെപ്സും റീഡിങ്ങിൽ നിന്ന് അവർ കടന്നു പോകുന്ന മുഖേന അവർക്ക് ഇഷ്ടപ്പെട്ട കൊച്ചു കൊച്ചു റിവാർഡ്സ് ഇതിൻ്റെ ഓരോ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ട് ഈ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഓരോ കുട്ടികളും യുണീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന ഒരു റിസോഴ്സ് പേഴ്സൻ്റെ ഹെൽപ്പ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അവൻ്റെ ഈ ഒരു പ്രോബ്ലത്തിന് വളരെ നല്ലൊരു സൊല്യൂഷൻ കൂടിയായിരിക്കും. ഏതൊരു ടാസ്കും അത് പ്രാക്ടീസ് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ എല്ലാ പ്രോബ്ലത്തിനെയും അതിജീവിച്ച് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തുടക്കക്കാർക്കും അതുപോലെ തന്നെ ഇതിൽ പ്രോബ്ലം അനുഭവിക്കുന്നവർക്കും ഇതൊരു പരിഹാര മാർഗങ്ങൾ തന്നെയാണ്.